പ്രകടനങ്ങളാണ് എന്റെ വിജയ. ഇത് പിണറായി ഈ കാട്ടിക്കൂട്ടുന്നതെല്ലാം PR പ്രകടനങ്ങളാണോ? മുഖ്യമന്ത്രിയുടെ ഇമേജ് കൂട്ടാൻ ഏജൻസികളുണ്ടോ? ഈ അഭിമുഖങ്ങളെല്ലാം ഏർപ്പെടുത്തുന്നത് ഇടനിലക്കാര് തന്നെയാണോ? അങ്ങനെയെങ്കിൽ ഈ ഏജൻസികൾക്ക് പണം കൊടുക്കുന്നത് ആരാണ്? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങളാണ് എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദ ഹിന്ദു ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ സ്വർണ്ണക്കടത്തിലെ മലപ്പുറം പരാമർശം വിവാദമായതിനു പിന്നാലെ ഇരട്ടച്ചങ്കനും സൂര്യതേജസ്സും ഒക്കെയായ നമ്മുടെ മുഖ്യന്റെ മുട്ട് കൂട്ടിയിടിക്കുകയാണ്. സംഭവം വിവാദമായപ്പോൾ വിശദീകരണവുമായി നമ്മുടെ മുഖ്യന്റെ ഓഫീസ് രംഗത്തെത്തി. അഭിമുഖത്തിന്റെ ഉള്ളടക്കത്തിൽ ഗുരുതരമായ ആശങ്കകൾ ഉണ്ടായെന്നും മുഖ്യമന്ത്രി ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലമോ പ്രദേശമോ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി. അടിപൊളി. CPM എപ്പോഴും RSSനെയും കേരളത്തിലെ മറ്റ് ഹിന്ദുത്വ ശക്തികളെയും ശക്തമായി എതിർത്തിട്ടുണ്ട് എന്ന തലക്കെട്ടോടുകൂടി ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 30 നമ്മുടെ ഹിന്ദു പത്രത്തിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖമാണ് ഇപ്പോൾ വിവാദമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടെ 123 കോടിയുടെ 150 കിലോ സ്വർണവും ഹവാല പണവും സംസ്ഥാന പോലീസ് പിടിച്ചെടുത്തു. ഈ പണം കേരളത്തിലേക്ക് പ്രവേശിക്കുന്നത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ്. മുഖ്യമന്ത്രി അഭിമുഖത്തിൽ പറഞ്ഞു എന്ന് പറയുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞത്. അതാണ് ഇപ്പോതാ ഈ വിവാദത്തിനെല്ലാം വഴിവെച്ചിരിക്കുന്നത്. എന്നാൽ ഈ അഭിമുഖത്തിൽ മുഖ്യമന്ത്രി ഒരിക്കലും ഒരു പ്രത്യേക സ്ഥലമോ പ്രദേശമോ ഒന്നും പരാമർശിച്ചിട്ടില്ല എന്നാണ് നമ്മുടെ പ്രസ് സെക്രട്ടറി കത്തുമായി വന്ന് വിശദീകരിച്ചത്. മുഖ്യമന്ത്രി ഒരിക്കലും പ്രത്യേക സ്ഥലമോ പ്രദേശമോ പരാമർശിച്ചിട്ടില്ല അത്രേ. അഭിമുഖത്തിൽ ദേശവിരുദ്ധ പ്രവർത്തനം എന്ന പദം ഉപയോഗിച്ചു കേട്ടോ. അത് മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാടോ അല്ലെങ്കിൽ കേരള സർക്കാരിന്റെ നിലപാടോ അല്ല എന്ന് പ്രസ്താവന തെറ്റായി വ്യാഖ്യാനിച്ചത് അനാവശ്യ വിവാദങ്ങൾക്ക് കാരണമായി എന്നും നമ്മുടെ ആ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വിഷയത്തിൽ ഉടൻ തന്നെ പ്രതികരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയാണ് ട്വിസ്റ്റ്. ഇതേ സമയം തന്നെ ഈ അഭിമുഖത്തിൽ പറയാത്ത കാര്യം ഉൾപ്പെടുത്തിയതിൽ ഖേദം പ്രകടിപ്പിക്കുന്നതായി ദ ഹിന്ദു അറിയിച്ചു. കേട്ടോ, തീർന്നിട്ടില്ല. ഈ മലപ്പുറം പരാമർശമില്ലേ, അത് യഥാർത്ഥ അഭിമുഖത്തിലേതല്ല എന്നും ദ ഹിന്ദു അങ്ങോട്ട് വന്ന് വിശദീകരിച്ചു. ഈ പരാമർശം ഉൾപ്പെടുത്തിയത് PR ഏജൻസിയുടെ ആവശ്യപ്രകാരമാണത്രേ. എങ്ങനെ ഇരിക്കണ്? മുൻപ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ് എന്ന് ഏജൻസി പ്രതിനിധി പറഞ്ഞു കളഞ്ഞു അങ്ങോട്ട്. ഇത് അതേപടി ഉൾപ്പെടുത്തിയത് മാധ്യമ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്നും നമ്മൾ പത്രം അങ്ങ് വ്യക്തമാക്കി. എങ്ങനെ ഇരിക്കണ്? എന്തായാലും ഈ മലപ്പുറം പരാമർശം വിവാദമായതോടുകൂടി മുഖ്യന്റെ മുട്ടുകൂട്ടിയിടിച്ച് ഇനി മുഖ്യൻ ഇവിടെ നിന്ന് എങ്ങോടെങ്കിലും ഓടുമോ, ഇതിനൊക്കെ ഉത്തരം എങ്ങനെ പറയും, അത് പണ്ടത്തെ പോലെയൊക്കെ വായുമൂടി ഇരിക്കുമോ എന്ന് കാത്തിരുന്നു തന്നെ നമുക്ക് കാണാം.